ഇത് നിങ്ങൾ വായിക്കുന്നുണ്ടാകും പ്രിയ സുഹൃത്തുക്കളെ. സതീഷ് സാറിനെ പോലുള്ള ആൾ നമ്മളെ CM പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, അത് പറഞ്ഞതല്ലേ ഉള്ളൂ, അത് പ്രാബല്യത്തിൽ വരുമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ അത് അപ്പോഴേക്കും ഒരു വീഡിയോ ചെയ്യാനൊക്കെ ആയോ എന്നൊക്കെ ചില ആളുകൾ എന്തെങ്കിലും ഞാൻ പറയുമ്പോൾ പറയാറുണ്ട്. പക്ഷേ സുഹൃത്തുക്കൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ വിദ്യാർത്ഥികൾ, എത്രയോ മാതാപിതാക്കൾ ആ വിദ്യാർത്ഥികളെ മക്കളെ പഠിപ്പിക്കുന്ന കടമെടുത്തുകൊണ്ടാണ്. അവിടുന്നും ഇവിടുന്ന് ലോൺ എടുത്തും കടം വാങ്ങിയും പ്രയാസപ്പെട്ടും ലക്ഷക്കണക്കിന് രൂപ കടമാക്കിയിട്ട് വരെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആ പഠിച്ച് തീരുമ്പോൾ കുട്ടിക്ക് ആ പഠനത്തിനനുസരിച്ചുള്ള ജോലിയുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് പ്രവാസ ലോകത്തെ അധികം ആളുകളും ആശ്രയിക്കുന്നത്? എന്തുകൊണ്ടാണ് നാട്ടിലിങ്ങനെ ജോലിയില്ലാത്താകുന്നത്? അറിവില്ലായിട്ടാണോ? വിദ്യാഭ്യാസമില്ലായിട്ടാണോ? എത്ര പെൺകുട്ടികൾ, എത്ര ആൺകുട്ടികൾ ഗൾഫ് രാജ്യത്തെ ആശ്രയിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു. നമ്മളെ നാട്ടിൽ പഠിച്ചതിനനുസരിച്ച് ജോലിയില്ല. പഠിച്ച് ഒരു 5 വർഷം 6 വർഷം പഠിച്ച് തീരുമ്പോഴേക്കും എന്തുണ്ടാകുമെന്ന് വെച്ചാൽ, പഠിച്ച് തീർന്ന് പുറത്തിറങ്ങുമ്പോൾ ജോലി കിട്ടും. ഭയങ്കര പരസ്യമൊക്കെ ആയിരിക്കും. അവർ ഭയങ്കര പരസ്യം, ഞങ്ങൾ തന്നെ ജോലി തരും, ഞങ്ങളെ കമ്പനി വകനെ കിട്ടും ജോലി, പല പരസ്യം ഉണ്ടാവും. പക്ഷേ ജോലി ഉണ്ടാകും, ജോലിയില്ല. അതുകൊണ്ട് പലപ്പോഴും പഠിച്ച സബ്ജക്റ്റ് തന്നെ ഒരു ഗുണമില്ലാത്ത സബ്ജക്റ്റായിരിക്കും പഠിച്ച് തീരുമ്പോഴേക്കും ഇവിടുത്തെ കാലാവസ്ഥ മാറിയിട്ടുണ്ടാവും, അവസ്ഥ മാറിയിട്ടുണ്ടാവും, വിദ്യാഭ്യാസ രീതി മാറിയിട്ടുണ്ടാവും, തൊഴിലവസരങ്ങൾ മാറിയിട്ടുണ്ടാവും, ഒക്കെ എല്ലാം മാറിയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും പരസ്യം നൽകിയിട്ട് വീണ്ടും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ആളുകൾ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, ഇങ്ങനെ കടങ്ങളാക്കിയിട്ട്. ഒരുപാടുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറച്ച് വായിക്കുക. എന്താ, ഞാൻ രാവിലെ വലിയൊരു വീഡിയോ ചെയ്തുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. വായിക്കുക കമൻറ്റ്.